പ്രസവ സമയത്ത് ഭർത്താവിൻ്റെ സാമീപ്യം പോലും അവൾ അറിഞ്ഞില്ല. ഒരു കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു അമ്മയുടെ മാത്രം ഉത്തരവാദിത്വമാവുന്നില്ല. ആ കുഞ്ഞ് ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കൽ പോലും അതിനെ ഒന്ന് എടുക്കുകയോ കളിപ്പിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരാൾ എന്തിന് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും കൂടുതൽ വിഷമം അഭിനയിക്കുന്നു? ഹായ്, ഞാൻ എൽസ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവ്യ ജോണി എന്നുള്ള പേര് നമ്മൾ മലയാളികളധികം മറക്കാൻ ചാൻസ് കുറവാണ്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ള ടേം തന്നെ നമ്മുടെ ഇടയിൽ മനസ്സിലാക്കി തന്ന ഒരു വ്യക്തിത്വമാണ് ദിവ്യ ജോണി. 2001 3.5 മാസം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ കൊല്ലുകയായിരുന്നു. അതിനുള്ള കാരണം ദിവ്യ ജോണി സിവിയർ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പേഷ്യൻ്റ് ആയിരുന്നു. കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിനെ ആദ്യം ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിൽ മുക്കുകയും പിന്നീട് പെട്ടെന്ന് കുഞ്ഞിനെ എടുത്ത് വാരി പുണരുകയും അതിനുശേഷം കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച കട്ടിലിൽ കിടന്നതായും ദിവ്യ പറയുന്നു. പിന്നീട് എപ്പോഴാണ് ദിവ്യ തലേനെ എടുത്ത് കുഞ്ഞിൻ്റെ മുഖത്ത് വെച്ച് അമർത്തിയതെന്ന് ദിവ്യയ്ക്കും ഓർമ്മയില്ല. ആ 3.5 മാസം പ്രായമുള്ള കുഞ്ഞ് അങ്ങനെ സ്വന്തം അമ്മയുടെ കൈകൊണ്ട് തന്നെ മരണപ്പെട്ടു. പക്ഷേ ഇത് സാധാരണ വാർത്തകൾ പോലെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. സ്വന്തം കുഞ്ഞിനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നൊരു അമ്മയാണ്. സ്വന്തം കുഞ്ഞ് ഭൂമിയിൽ വന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നൊരു അമ്മയായിരുന്നു. ദിവ്യയുടെ ഒരു പ്രേമവിവാഹമായിരുന്നു. ഒരു ഹിന്ദു ആയുർവേദ ഡോക്ടറെയാണ് ദിവ്യ വിവാഹം കഴിച്ചിരുന്നത്. കഴിച്ച് ചെന്നപ്പോൾ മുതൽ ആ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ഉടനെ തന്നെ വേണ്ടെന്ന് വീട്ടുകാരുടെ നിർബന്ധമുണ്ടായിരുന്നു. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കാരണം നിങ്ങളിപ്പോൾ തന്നെ ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കേണ്ട എന്നൊക്കെ ദിവ്യ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഭർത്താവിൻ്റെ വീട്ടുകാർ പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു കുഞ്ഞ് ദൈവം തരുന്നതാണെന്നും എനിക്കതിനെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു അത്രയും സ്നേഹത്തോടെ തൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞിനെ ചുമന്ന അമ്മയായിരുന്നു ദിവ്യ ജോണി. പക്ഷെ എവിടെയാണ് ദിവ്യയ്ക്ക് പിഴച്ചത്? സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അവഗണനകൾ മാത്രമാണ് ദിവ്യയ്ക്ക് കിട്ടിയത്. ഒരുപക്ഷെ അതെല്ലാം ആയിരിക്കണം ദിവ്യയെ പോസ്റ്റ്പാർട്ടത്തിലേക്ക് തള്ളിവിട്ട്. അങ്ങനെ സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ സ്വന്തം കൈയാൽ തന്നെ അമ്മ എടുത്തു. അത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു. പിന്നീട് ഈ അമ്മ തന്നെ കൊണ്ടാവുന്ന വിധം ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കുറിച്ചിട്ട് വീഡിയോ ഇടുകയും മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കാനും ശ്രമിച്ചിരുന്നു. എന്താണ്, എങ്ങനെയാണ്? ഇന്നും ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒത്തിരി അമ്മമാരുണ്ട്. ശരിക്കും ഒരു കുഞ്ഞ് വയറ്റിലുണ്ടാവുന്നത് മുതൽ ഒരു അമ്മയിൽ ഉണ്ടാവുന്ന വ്യത്യാസം അത് ആർക്കും പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല. ഹോർമോൺസ് ചേഞ്ച്, ശാരീരിക അസ്വസ്ഥതകൾ, മാനസിക അസ്വസ്ഥതകൾ, അങ്ങനെ ഒത്തിരി 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 അവസ്ഥകളിലൂടെയാണ് ഒരമ്മ ഗർഭിണിയായതിനു ശേഷം കടന്നു പോകുന്നത്. ആ സമയത്ത് അവർക്ക് സ്വന്തം മാതാപിതാക്കളുടെയും ഭർത്താവിൻ്റെയും എല്ലാം സപ്പോർട്ട് വേണം. ഇവിടെ ദിവ്യയ്ക്ക് അതെല്ലാം അവഗണിക്കപ്പെട്ടു. ഇതിനിടയ്ക്ക് ദിവ്യ പറയുന്നുണ്ടായിരുന്നു താൻ വല്ലാതെ ദേഷ്യപ്പെടുമായിരുന്നു, വെറുതെ പൊട്ടി കരയുമായിരുന്നു, ഉറക്കമില്ലാത്ത രാത്രികൾ, ഇങ്ങനെ ഓരോ സിംറ്റംസ് ദിവ്യയ്ക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം മെഡിക്കേഷൻ എടുത്തിരുന്നു എന്നും ദിവ്യ പറയുന്നു. മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം തനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, താനിപ്പം റെഡിയാണ്, തൻ്റെ മനസ്സെല്ലാം റെഡിയായി, താൻ ശാരീരികമായും മാനസികമായും ഓക്കെ ആണെന്ന് ദിവ്യയ്ക്ക് തോന്നി. അതുകൊണ്ട് ദിവ്യ മെഡിക്കേഷൻ തന്നെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തതിന് ശേഷം ആണ് ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ആ ദിവ്യ ജോണി എന്ന അമ്മ രണ്ടാമതും ഗർഭിണിയായിരുന്നു. 8 മാസം ഗർഭിണിയായിരിക്കെ ദിവ്യ ജോണി മരണപ്പെട്ടു. ആത്മഹത്യയാണെന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം. ഒരു പക്ഷേ ആ അമ്മ വീണ്ടും ചിന്തിച്ചിട്ടുണ്ടാവണം തൻ്റെ വഴിക്ക് കിടക്കുന്ന, താൻ വീണ്ടും ജന്മം നൽകാൻ പോകുന്ന കുഞ്ഞിന് താൻ കാരണം എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ എന്ന് കരുതിയായിരിക്കണം ദിവ്യ സ്വയം ജീവനെടുത്തത്. ദിവ്യയ്ക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടെന്ന് ദിവ്യയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടുകാർ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ദിവ്യ രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നു. ആ വീട്ടിലെ ഒരു തവണ ദിവ്യ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു, പക്ഷെ അത് പരാജയപ്പെട്ടു. ഇതിപ്പോൾ ദിവ്യയെ രക്ഷിക്കാൻ രണ്ടാമതാർക്കും സാധിച്ചില്ല. ഒരിക്കലും സ്വന്തം മക്കൾക്ക് ഒരു ദോഷം വരണമെന്ന് മക്കളെ സ്നേഹിക്കുന്ന ഒരു അമ്മ ഒരിക്കലും ചിന്തിക്കത്തില്ല. ചിലപ്പോൾ ആ ചിന്തയായിരിക്കണം ദിവ്യയെ സ്വന്തം ജീവൻ എടുക്കാൻ പ്രേരിപ്പിച്ചത്. ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കലും നിങ്ങൾ നാണക്കേട് വിചാരിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ഹെൽപ്പ് തീർച്ചയായിട്ടും എടുക്കണം. മെഡിക്കൽ ഹെൽപ്പ് എടുക്കുന്നത് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് കഴിക്കും. കഴിച്ചിട്ട് നമുക്ക് തോന്നിയതുപോലെ അത് സ്റ്റോപ്പ് ചെയ്യാനോ പാടില്ല.
കാരണം ഈ മെഡിസിൻസ് ഒരു നിശ്ചിത അളവിലായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുക. അപ്പോൾ രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ ആ മെഡിസിൻസ് കഴിച്ച് നമുക്ക് തോന്നിയതുപോലെ സ്റ്റോപ്പ് ചെയ്യാനോ നമുക്ക് തോന്നിയ സമയത്ത് കഴിക്കാനോ അല്ല. കൃത്യമായി ഏത് സമയത്താണോ മെഡിസിൻ എടുക്കുന്നത് ആ സമയത്ത് തന്നെ അത് കഴിക്കുക. ഒരു വർഷത്തേക്ക് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക. അതിനിടയ്ക്ക് ഒരു സ്റ്റോപ്പും വരാൻ പാടില്ല. കാരണം ഇതിനൊരു അഡിക്ഷൻ ഉള്ളൊരു മെഡിസിനാണ്. ഈ മെഡിസിൻസ് നമുക്ക് കിട്ടാതെ വരുമ്പോൾ ഉള്ളൊരു അഗ്രഷൻ ഉണ്ട്. ആ അഗ്രഷനിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് ഒത്തിരി പല സിംറ്റംസ് ഉണ്ട്. ഇറ്റ് വേരീസ്. പല ആൾക്കാരിലും പലതായിട്ടാണ് വരുന്നത്. ഉറക്കമില്ലായ്മ, ചിലർക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല, ആഹാരത്തോട് മടുപ്പ്, ചിലർക്ക് അവരുടെ ഡെയിലി റൊട്ടീൻ, അതായത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് പോലും, ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവില്ല. പെട്ടെന്ന് ദേഷ്യം വരിക, ആവശ്യമില്ലാതെ ഷൗട്ട് ചെയ്യുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും കരയുക, എന്തിനെന്ന് പോലും അറിയാതെ ഇരുന്ന് വിഷമിക്കുക, ആങ്സൈറ്റി, പാനിക് അറ്റാക്ക്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉള്ളവർ സഫർ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ദിവ്യയ്ക്ക് ഒരു കൈത്താങ്ങായിട്ട് ദിവ്യയുടെ ആദ്യത്തെ ഹസ്ബൻഡും ഫാമിലിയും ദിവ്യയുടെ കുഞ്ഞിനെ നോക്കാനുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ദിവ്യയ്ക്ക് ആ കുഞ്ഞിനും ഇങ്ങനൊരു ഗതി ഉണ്ടാവില്ലായിരിക്കും. കാരണം ഇങ്ങനെയുള്ളവർക്ക് ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്നത്, അത് ജനിച്ചു കഴിഞ്ഞാൽ അതിനെ നോക്കുക എന്ന് പറയുന്നത് ഒരു അമ്മയുടെ മാത്രം ഉത്തരവാദിത്വമല്ല. കുഞ്ഞ് ജനിക്കുന്നത് ഒരു അപ്പനാലും അമ്മയാലുമാണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്വം അമ്മയ്ക്ക് മാത്രമല്ല, അതൊരപ്പനും കൂടെ ഉള്ളതാണ്. ആ ഭാരം മൊത്തം ഒരു അമ്മയുടെ ചുമലിലേക്ക് ഏറ്റി കഴിയുമ്പോഴത്തേക്കും അതിനോടൊപ്പം വീട്ടിൽ നിന്ന് വരുന്ന പ്രഷേഴ്സ്, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുള്ള പ്രഷർ, ഉറക്കമില്ലായ്മ, ഒറ്റപ്പെടല്, താൻ എന്തോ വലിയ തെറ്റ് ചെയ്ത് തൻ്റെ ജീവിതം നശിച്ചു പോയി എന്നുള്ള ചിന്ത, അങ്ങനെയൊക്കെ വന്നതായിരിക്കണം ദിവ്യയ്ക്ക് അന്ന് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ തോന്നിയത്. ഇപ്പോഴും തൻ്റെ കുഞ്ഞിന് താൻ ആപത്താണെന്ന് കരുതിയായിരിക്കണം ദിവ്യ ആത്മഹത്യ ചെയ്തത്. കാരണം ഒരു ഇന്റർവ്യൂവിൽ ദിവ്യ പറയുന്നുണ്ട്, ഇനി ഒരു കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, ഇനി ഒരു കുഞ്ഞിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല, ഒറ്റയ്ക്കൊരു ജീവിതമാണ് താൻ താല്പര്യപ്പെടുന്നതെന്ന് ദിവ്യ പറയുന്നുണ്ട്. നമുക്ക് ദിവ്യയുടെ വാക്കുകളിലൂടെ ഒന്ന് കടന്നു പോവാം. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, അതിന്റെ വേരിയേഷൻ മൂലമാണ് നമുക്ക് അസുഖം ഉണ്ടാകുന്നത്. അപ്പം എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്തു, അസുഖം ഉണ്ട് എന്ന് എൻ്റെ ഡോക്ടറാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് തന്നെ സംശയമായിരുന്നു എനിക്ക് അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന്. ലിഥിയം, എസെറ്റ്ലോപ്പാം, ഇതിപ്പം മിർട്ടാസ്, സൂയിസൈഡൽ ടെൻഡൻസി ഭയങ്കരമാണ് എന്ന് പറഞ്ഞപ്പം മാറ്റി തന്നെ വരുന്നത് മിർട്ടാസ്. പിന്നെ ഉറങ്ങാൻ വേണ്ടി ക്ലോണാസെപ്പം, പിന്നെ ക്യുറ്റിപ്പിൻ. ദിവ്യയുടെ മകളുടെ പേര് അനുഭ എന്നാണ്. അനുഫ എന്ന് വെച്ചാൽ ലൈറ്റ്നിങ്, മിന്നൽ എന്നാണ് അർത്ഥം. അത് പേര് അന്വർത്ഥമാക്കി മിന്നൽ പോലെ വന്ന് മിന്നൽ പോലെ പോയ ഒരു കൊച്ച്. അന്ന് സമ്മർദ്ദം തലയ്ക്കുയറിയ ആ കെട്ട ദിവസം ദിവ്യ ഓർത്തെടുക്കുന്നത്, നമ്മളോട് പറയുന്നത് ഇങ്ങനെ: ഞാൻ നാളത്തേക്കുള്ള തോരന് അരിഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഞാൻ വരുന്നത്. വന്നു, കുഞ്ഞിന് പാല് കൊടുത്തു, കുഞ്ഞിനെ എടുത്തിവിടെ എല്ലാം കൊണ്ട് നടന്നു. അതുവരെയൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ട് ചെന്ന് ബക്കറ്റിൽ വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് അത് കയ്യും കാലും ഇട്ട് അടിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഓടിപ്പോയി എടുത്ത് തവർത്തിയിട്ട് ഞാൻ ഇപ്പം ഈ ഇരുന്ന് സംസാരിക്കുന്ന ഈ റൂമിലായിരുന്നു ഞാനും കുഞ്ഞും അന്നൊക്കെ കിടന്നിരുന്നത്, തറയിൽ പായ വിരിച്ചിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ കിടന്നു. കുറേ നേരം ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്നു കൊച്ചിനെ. പിന്നെ എപ്പോഴാണ് മൈൻഡ് മാറിയെന്ന് എനിക്കറിയത്തില്ല. കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞ് തലയണ ഉണ്ടായിരുന്നു, അതെടുത്ത് വെച്ചിട്ട് ശ്വാസം മുട്ടിച്ചു. പിന്നെ നല്ല രീതിയിൽ ആയപ്പോഴത്തേക്ക് കൊച്ചിനെ തട്ടി വിളിച്ചപ്പം അനക്കമൊന്നുമില്ലായിരുന്നു. അങ്ങനെ എനിക്ക് എന്തോ ചെയ്യുമെന്ന് വെപ്രാളപ്പെട്ടിട്ട് ആദ്യം ഹസ്ബൻഡിനെയോ അച്ഛനെയോ വിളിക്കണം എന്നാണ് മനസ്സിൽ വിചാരിച്ചത്. പക്ഷെ അവരുടെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും, എന്നെ അവർ അടിച്ചു കൊന്നു കളയുമായിരിക്കുമല്ലോ എന്നൊക്കെ ഓർത്ത് പെട്ടെന്ന് തന്നെ ഞാൻ 100 വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ അസ്വസ്ഥതകളുള്ള ഒരാളായിരുന്നു, കൊച്ചിനെ ഞാനിങ്ങനെ ഉപദ്രവിച്ചു, എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേഗം ചെയ്യണം എന്ന് പറഞ്ഞ് അവർ ആംബുലൻസ് വിട്ട്.
പക്ഷെ ആംബുലൻസ് ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ അച്ഛനും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും കുഞ്ഞിനെ കാണാനായിട്ട് വന്ന ചേച്ചിയും കൂടെ വന്ന് കതകിന് മുട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കതക് തുറന്നു. അച്ഛൻ പെട്ടെന്ന് കൊച്ചിനെ എടുത്ത് എൻ്റെ കയ്യിൽ തന്ന് ഞാൻ ആ ചേച്ചിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്നാണ് ഞാൻ അവസാനമായിട്ട് എൻ്റെ കുഞ്ഞിനെ കാണുന്നത്. ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ കേട്ടിരിക്കുന്നവർക്ക് ഭയങ്കര ഇമോഷണലി ഹേർട്ട് ആവുന്നുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന എല്ലാ അമ്മമാരും ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കുടുംബ മഹിമ അല്ലെ ആൾക്കാരെന്ത് പറയും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ച് മാറിയിരിക്കരുത്. നിങ്ങൾക്ക് മെൻ്റൽ സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു മെൻ്റൽ സപ്പോർട്ട് എടുക്കണം. അതിപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ ഡോക്ടർ വഴി, കൗൺസിലർ ആണെങ്കിൽ കൗൺസിലർ വഴി നിങ്ങൾ കൗൺസിലിങ്ങിന് പോകുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളത് ക്യൂർ ചെയ്തെടുക്കണം. നമ്മുടെ ശരീരത്തിന് മറ്റു ഭാഗങ്ങൾക്ക് വരുന്ന അസുഖത്തിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മൈൻഡിന് വരുന്ന ഈ ഡിപ്രഷൻ അതുപോലെയുള്ള മറ്റ് മെൻ്റൽ ഇൽനെസ്സിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അതൊരു നാണക്കേടായിട്ട് ഒരിക്കലും കാണരുത്. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്.